സോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു സ്ഥലം വരെ പോകണം. നമ്മളിന്ന് ജിമിനിയുടെ റിവ്യൂ ഷൂട്ട് ചെയ്യാൻ പോകണം. ഈ ഷേക്കിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ റോഡ് അത്രയും നല്ല റോഡാണല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൻ്റെ അവിടേക്ക് എത്തിയിട്ട് കാണാം. ഈ ചായ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഏതോ നോർമൽ മാരുതിയുടെ വണ്ടിയാണ്, ഐ മീൻ സുസുക്കിയുടെ വണ്ടിയാണ്. പക്ഷെ അല്ല, നമ്മൾ ഇരിക്കുന്നത് ഇന്ന് ജിമിനിയുടെ ഉള്ളിലാണ് ഗൈസ്. നമ്മൾ ജിമിനിയുടെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കഴിഞ്ഞു, എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി ജിമിനിയുടെ ഓൾ ഗ്രിപ്പ് പറയും ഈ വണ്ടിക്ക്, ഐ മീൻ നെയിം എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാവി. അപ്പോൾ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ 4x4 ഗിയർ 2H 4H 4L. പിന്നെ നമ്മുടെ റിയർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട് അവിടെ, ഇത് രണ്ടും. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് എസിയുടെ താഴെയാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഗൈസ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, അതിൻ്റെ അപ്പുറത്താണ് ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ബട്ടൺ ഗൈസ്. പിന്നെ നമ്മുടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ റൈറ്റ് സൈഡിലാണ് കാണാണ്ടാവും. അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ മിറർ കൺട്രോൾസ് ഗൈസ്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യണം അവിടെയാണ്. അപ്പോൾ ഇത്രയുള്ള ഓവർവ്യൂ ഫുൾ ഇന്ത്യയിലത്തെ. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നിങ്ങൾ കാണാണ്ടാവുന്നതായിരിക്കണം. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എല്ലാവിടെയും. സീറ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്, അത്യാവശ്യം 2 ബുക്കൊക്കെ വയ്ക്കാം. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഫ്രണ്ട് സൈഡ്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഈ സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുന്ന കളറായ ഗ്രീനും ബ്ലാക്കും, അതാണ് ഈ വണ്ടിയുടെ കളറ്. പിന്നെ നമുക്ക് ഇവിടെ പേനയൊക്കെ വയ്ക്കാം. അത്യാവശ്യം വേണമെങ്കിൽ ഇത് വണ്ടിയുടെ ചാവി വയ്ക്കാനുള്ളതാണ്, ഓപ്ഷനാണ്. ഇത്ര തന്നെ ഇതിൽ കാണാനുള്ളൂ സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഇത്രയേ ഉള്ളൂ. പിന്നെ പണ്ടത്തെ താറിനില്ലാത്ത ഓപ്ഷൻസ്, റിയർ വൈപ്പർ, പിന്നെ ഡീഫോഗർ എല്ലാം ഉണ്ട്. ഡീഫോഗർ താറിനുണ്ടോന്ന്, പക്ഷേ ഇതിന് റിയർ വൈപ്പറും ഉണ്ട്, ഡീഫോഗർ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. വെൽക്കം ഓഫ് റോഡ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതാണ് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ. പിന്നെ മാരുതിയുടെ വണ്ടിയിലേക്ക് ഈ ടിൻറ്റ് വരുന്നുള്ളൂ. ഇത് കമ്പനി ഫിറ്റഡ് ടിൻറ്റാണ്, മാനുഫാക്ചർ കൊടുക്കണം ടിൻറ്റ്. ഇതാ നിങ്ങൾക്ക് 2 ഗ്ലാസിൻ്റെ വ്യത്യാസം കാണാനുണ്ടാവുന്ന വിചാരിക്കണം. അതിലേക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോറിൻ്റെ ഗ്ലാസ് കാണിച്ചു തരാം. അപ്പോൾ കാണാനുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഫുൾ ഡാഷ്ബോർഡ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്ന വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഫുൾ ഡാഷ്ബോർഡ്, നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ബാക്കിലേക്ക് കയറി ഗൈസ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഡോറിന്. മാരുതിയാണെന്ന് ആരും പറയില്ല. ലിറ്ററലി ഞാൻ ഫുൾ ബാക്ക് സീറ്റ്, ഡ്രൈവർ സൈഡ് ഫുൾ ബാക്ക് സീറ്റും വലിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് എന്നിട്ടും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതാണ് എനിക്ക് ജിമിനിയിൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്. ബാക്ക് സീറ്റിൽ നമുക്ക് സുഖമായിട്ട് എന്നെപ്പോലെ 3 ആൾക്ക് ഇരുന്ന് സുഖമായിട്ട് പോകാം ഗൈസ്. ഇപ്പോൾ ഫ്രണ്ട് സൈഡത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ വിൻഡോ സ്വിച്ച് ഗൈസ്. കണ്ടോ എന്ത് രസം കാണാൻ. ഇതുണ്ടോ അപ്പ് ഡൗൺ സ്വിച്ച്. പിന്നെ നമുക്കൊരു, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നർ ഡോർ ഹാൻഡിൽ ഗൈസ്. പിന്നെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലുണ്ട്, മുകളിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ ഗ്രാബ് ഹാൻഡിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്, നമുക്ക് 2 ലൈറ്റ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ മാരുതി പാർട്ട് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇഗ്നീസിൻ്റെ ലൈറ്റ് പോലെ ഉണ്ട് ഗൈസ്. കണ്ട ഇഗ്നീസിൻ്റെ ലൈറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവർവ്യൂ ഗൈസ്. അപ്പോൾ ഫ്രണ്ട് ഹെഡ് ലാമ്പ് വാഷർ സ്വിച്ചാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫ്രണ്ട് ഹെഡ് ലാമ്പ് വാഷർ. അപ്പോൾ ഇങ്ങനെയാണ് അത് പുറത്ത് നോക്കിയാൽ വർക്ക് ചെയ്യുക ഗൈസ്. പക്ഷേ എന്നാലും കാണാൻ രസമുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ ഡോർ 3 സ്റ്റെപ്പാണ് ഗൈസ്. സ്റ്റെപ്പായിട്ട് തുറക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. കാണാണ്ടാവും. ഒരു മിനിറ്റ് ക്യാമറ വെച്ചിട്ടെ, ലെൻസ് വെച്ചിട്ടെ. ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ എത്ര വെച്ചാൽ മിനിറ്റ് 211 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഗൈസ് ഈ ജിമ്നിക്കുള്ളത്. നമ്മുടെ മാരുതി സുസുക്കി ജിമ്നി ഓൾ ഗ്രിപ്പിനുള്ള 211 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം 2 ക്യാരി ബാഗ് വയ്ക്കാം. ഇവിടെ നമുക്ക് ബൂട്ട് ലാമ്പ് അല്ലാണ്ട് നമുക്കത് സീക്രട്ട് ലൈറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഇതിൽ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഞാൻ നോക്കുന്നില്ല, സമയമില്ല ഗൈസ്. അപ്പോൾ വീട്ടിൽ കയറാതായി. ഇത് 3 സ്റ്റെപ്പ് ആയതുകൊണ്ട് ക്ലോസ് ചെയ്യാനും സുഖമാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. കണ്ടോ, എൻ്റെ ഒറ്റ ഫിംഗറിലാണ് ഗൈസ് ഇത് അടയാണത്. എല്ലാം കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഓക്കെ സെറ്റ്. അപ്പോൾ ഇത് ജിമിനി ഗൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻജിൻ സൈഡ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനാണ് യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് എൻജിൻ റൂം. കാണാണ്ടാവുമെന്ന് വിചാരിക്കണോ. സോ ഇപ്പോൾ ടൈം ടു ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ കാണാം ഗൈസ്.